കൊല്ലത്ത് കലോത്സവം വീണ്ടും വരുമ്പോൾ കേരളം ഒരിക്കലും മറക്കാത്ത കുറേ മുഖങ്ങളുണ്ട്. അതിലൊന്നാണ് സിനിമാ സീരിയൽ താരം അമ്പിളി. അതിനപ്പുറത്തേക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാതിലകമായിരുന്നു ഒരു കാലത്ത് അമ്പിളി ദേവി. 2001 കലോത്സവത്തിൽ 4 ഐറ്റങ്ങളിൽ 1ാം സ്ഥാനം നേടി ആ കലോത്സവത്തിൽ കലാതിലകമായ അമ്പിളി ദേവി നമ്മോടൊപ്പം ഉണ്ട്. ഒരല്പസമയം ഈ കലോത്സവം വീണ്ടും കൊല്ലത്തെത്തുമ്പോൾ അവരുടെ അനുഭവവും പ്രതികരണവും ഒക്കെ നമ്മോടൊപ്പം പങ്കുവെക്കും. അമ്പിളി ഇവിടെ ഉണ്ടായിരുന്നില്ല, ഒരു 2-3 ദിവസം തുടങ്ങിയ ഘട്ടത്തിലല്ലേ? എവിടെയായിരുന്നു? ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തായിരുന്നു. ഇപ്പൊ കൊല്ലത്ത് വീണ്ടും കലോത്സവം 15 വർഷത്തിന് ശേഷം വന്നപ്പോൾ നിറഞ്ഞു കവിഞ്ഞ ആളുകളാണ്. തെക്കൻ കേരളവും കൊല്ലവും അങ്ങ് നെഞ്ചേറ്റി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കൊല്ലംകാരി കൂടിയാണ്, ചവറക്കാരിയും കൂടിയാണ്. എങ്ങനെയാണ് ഒരു കലോത്സവം വീണ്ടും വരുമ്പോൾ അതിനെ കാണുന്നത്? ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ കുറച്ച് ആ ആശ്രമം അവിടെ തുടങ്ങുമ്പോൾ തൊട്ട് ഇതിന്റെ ബ്ലോഗ് കാണുന്നുണ്ടല്ലോ. അപ്പൊ സത്യം ഇത്രയും ജനപങ്കാളിത്തം കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. 99-ലായിരുന്നു തോന്നുന്നു കൊല്ലത്ത് ആദ്യമായിട്ട് സംസ്ഥാന കലോത്സവം വരുന്നത്. ആ വർഷമാണ് ഞാനും ആദ്യമായിട്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. പിന്നീട് എനിക്കൊന്ന് 2008-ലാന്ന് തോന്നുന്നു കൊല്ലത്ത്. 2001-ലെ ഓർമ്മകൾ എന്തൊക്കെയാണ്? വളരെ ചുരുക്കി ഒന്ന് പറയാമോ? 4 ഇനങ്ങളിൽ ഫസ്റ്റ് പ്രൈസ് നേടുന്നു, കലാതിലകമാകുന്നു. അന്നത്തെ ഒരു അഭിനന്ദനങ്ങളും കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഇപ്പോൾ ഇത്രയും വർഷമായെങ്കിലും ഇന്നലെ കഴിഞ്ഞതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. ആ ഒരു ഫീല്, ഒരു ഉത്സവം തന്നെയാണ്. നമ്മൾ ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക് ഇപ്പോൾ ഇൻഡിവിജ്വൽ ഐറ്റംസ് 3ആയി ചുരുങ്ങിയിട്ടുണ്ടല്ലോ. അന്ന് അങ്ങനെയല്ല, 8 ഐറ്റം വരെ നമുക്ക് ഒരാൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാൻ അന്ന് കലാതിലകമായ വർഷം 7 ഇനങ്ങളിലാണ് പങ്കെടുത്തിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസും ഒക്കെ ആയിട്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്ത. പിന്നീട് കലാതിലകമൊക്കെ എടുത്തു കളഞ്ഞു. അതുകൊണ്ട് എന്താ, മുമ്പെയുള്ള കലാതിലകങ്ങളും കലാപ്രതിഭകളും ഒക്കെ അങ്ങനെ തന്നെ ആ മൂല്യം ഒട്ടും ചോരാതെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നീട് സിനിമയിലേക്ക് പോകുന്നു, സീരിയലിലേക്ക് പോകുന്നു, വലിയ അംഗീകാരമൊക്കെ നേടുന്നു. വീണ്ടും കലോത്സവം വരുമ്പോൾ ഈ പുതിയ കലാതിലകങ്ങളാവാൻ പറ്റാത്ത ആളുകൾ പക്ഷേ വലിയ മികവും ഒക്കെ കാണിക്കുന്ന കുട്ടികളുണ്ട്. അവരോടൊക്കെ എന്താ പറയാനുള്ള ഈ സമയം? ഈ സംസ്ഥാന കലോത്സവത്തിൽ വരുന്നത് തന്നെ ഒരു ഭാഗ്യമുള്ള കുട്ടികളാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം സ്കൂൾ, സബ് ജില്ല, ജില്ല ഇതൊക്കെ കഴിഞ്ഞ് ഫിൽട്ടർ ചെയ്ത് ഏറ്റവും മികച്ച കുട്ടികളാണ് സംസ്ഥാന കലോത്സവത്തിൽ വരുന്നത്. അപ്പോൾ ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്നത് തന്നെ വളരെ ഭാഗ്യമാണ്. ഇതിലോട്ടൊന്നും എത്താൻ പറ്റാതെ സ്കൂളുകളിൽ നിന്നുമൊക്കെ പരാജയം സംഭവിച്ചു പല പല കാരണങ്ങൾ കൊണ്ടാവാം. അല്ലെങ്കിൽ ഒരു പക്ഷേ പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടോ ഒന്നും എത്തപ്പെടാൻ പറ്റാത്ത. സീരിയൽ താരം അമ്പിളി ദേവിയുടെ പഴയ കലോത്സവ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. നമ്മൾ വീണ്ടും ആശ്രാമം മൈതാനത്തേക്ക് പോവുകയാണ്. തത്സമയ വിവരങ്ങൾ അറിയാനായി PC സൈഫുദ്ദീൻ തുടരുന്നുണ്ട്. സൈഫു, നമുക്ക് മത്സരാർത്ഥികളുടെ വിശേഷങ്ങൾ തന്നെയാണ് അറിയേണ്ടത്. അടുത്തത് ആരാണ് സൈഫുവിന്റെ കൂടെയുള്ളത്? അമൃത, നമ്മോടൊപ്പം കൂടുതൽ മിടുക്കന്മാരും മിടുക്കികളും പ്രതിഭകളും ഒക്കെ ഉണ്ട്.